എനിക്ക് കുടിക്കാനാ? വേറെ ഒഴിച്ച് കുടിച്ചാ മതി. എടാ പവിത്ര, നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല. വേലയും കൂലിയും ഒന്നുമില്ലാതെ തെണ്ടി നടന്ന ഞാൻ നന്ദിനിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. വിവാഹം കഴിഞ്ഞാൽ അന്നു മുതൽ ഈ അച്യുതൻ ലക്ഷപ്രഭു വേണ്ട, ലക്ഷപ്രഭു. പക്ഷെ നീ ഞങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കും. പാലിക്കും. നിനക്കൊരു ബിസിനസ് തുടങ്ങാൻ ഒരു 20,000 റുപ്പീസ് മതിയാവോ? തുടങ്ങാൻ എത്ര മതി? പിന്നെ നമ്മുടെ ആലിക്കോയുടെ അറബി വേഷത്തിന് മാത്രം ഒരു 10,000 കൊടുത്താലും നഷ്ടമില്ല. കൊടുക്കും. ഞാൻ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. എന്റെ സുഹൃത്തുക്കളാണ് എന്റെ ശക്തി. സത്യത്തിൽ ദുബായി പോയിരുന്നെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. മരുഭൂമിയിലെ വെയിൽ കൊള്ളാതെ തന്നെ ഞാൻ ഇന്നൊരു ദുബായിക്കാരനായടാ, ദുബായിക്കാരൻ. ഇവിടെ വെള്ളം അടിച്ചോണ്ടിരുന്നോ? ഡേയ്, നിന്റെ അച്ഛൻ അവിടെ വെളി വന്ന് നിൽക്കായിരുന്നു, കണ്ടോ? എന്റെ അച്ഛനോ? ഓ, എപ്പോ? ഇപ്പൊ എന്നെ കണ്ടോടം പൊയ്ക്കളഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞൊക്കെ പുള്ളി കേട്ട് കാണൂ. കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മാവനോട് പറയുന്ന കാര്യം തീർച്ചയാ. അല്ല, ആരൊരു ഗൾഫോ? ഭയങ്കര ചൂട് അല്ലേ? അതെ അതെ, ഭയങ്കര ചൂട്. ശരിക്കുള്ള ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇരിക്ക. ഇഷ്ടമല്ല, ഞാൻ നിന്നോളാം. ഇരിക്ക. രജിസ്റ്റർ ചെയ്ത കാര്യമൊക്കെ അറിയാം. എല്ലാം നന്ദിനിയുടെ പേർക്ക് തന്നെ എഴുതി വെച്ചല്ലോ. ഞാൻ പിന്നീടാണ് ഓർത്തത്, ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതെ അതെ, ഇപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ല, നാട്ടുകാരൊക്കെ ചോദിക്കുന്നു മരുമോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മാവൊന്നും തന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു മരുമോൻ കൊണ്ടു നോക്കാൻ എയർപോർട്ട് കെട്ടിക്കിടക്കുകയാണെന്ന്. അതുകൊണ്ട് എത്താറായില്ലേ ഇതുവരെ? എത്തും. അത് പിന്നെ എത്താണ്ടിരിക്കും. അപ്പോ നീ നന്ദിനിയെ കല്യാണം കഴിച്ചോണ്ട് പോകും അല്ലേ? അതെന്താ അമ്മാവ അങ്ങനെ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞാൽ നന്ദിനിയെ കൊണ്ടുപോകുമോന്നാ ചോദ്യം. സംശയം എന്താ? കാറ്, ക്വാർട്ടേഴ്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി ആന്റിന എല്ലാം കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കല്ലേ? പക്ഷെ മോനെ, നന്ദിനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോടാ. പാസ്പോർട്ട് നമുക്ക് 1-2 തവണ ശരിയാക്കാം. നിന്റെ ഇപ്പോഴത്തെ സ്വാധീനവും AC-യും TV-യും പിന്നെ ആന്റിന അതൊക്കെ വെച്ച് നോക്കുമ്പോ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ നന്ദിനി ഗൾഫിലെത്താനുള്ള സാധ്യതയുണ്ട്. നിനക്കെന്താ ഇരിപ്പുറക്കാന്ന്? ഇരിക്കേ. അമ്മാവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തോന്ന്? നീ എന്തോന്ന് അറിഞ്ഞെന്ന് ചോദിച്ചാ അത് തന്നെ. അയ്യോ, അതല്ല അമ്മാവ, നമ്മുടെ മാളികേക്കിലെ ശിവാനന്ദനില്ലേ, അവൻ ദുബായിലാണെന്നും പറഞ്ഞ് ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ചു. അന്വേഷിച്ചു നോക്കിയപ്പോ അവന് ബോംബെയിൽ കരിക്ക് വെച്ചോടാ. ഒന്നുമില്ലേലും അവന് കച്ചവടമെങ്കിലും ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത ചില തെണ്ടികള് ഗൾഫിന്റെ പേരും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാറിയിട്ടുണ്ട്. ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളയരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല 10 പേടേക്ക് പിടയ്ക്കണം. നിനക്കെന്ത് തോന്നുന്നു? അല്ല, കുനിച്ചു നിർത്തണോ? വേണം. നിനക്കെന്താ ഒരു വിഷമം? ഞാനെന്തിനാ വിഷമിക്കുന്നത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ.
ഇനിയും ഒരുപാട് ആളുകൾക്ക് കല്യാണക്കത്ത് കൊടുക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് മുടക്കണ്ട. അല്ല അച്ഛനാ, നിനക്ക് നിന്റെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ മോനെ? ഇല്ല. എന്താ മാവ? എന്നെ പോലെ തന്നെ ഒരു കൊച്ചു മിടുക്കനായിരുന്നു. 10 ഗുണം 10 ഗുണം. അച്യുതാ, അമ്മായി വന്ന് അത് ഞാൻ പറഞ്ഞോളാം നീ വന്നിരുന്നു എന്ന്. കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചു. ഞാൻ കുടിച്ചല്ലേ? വെളുക്കാകുമ്പോ ആള് വന്നു കേട്ടില്ല. ഒരാള് ഒരു ഗ്യാസേറ്റ് രാത്രി കരുതി വെച്ചേക്ക് പറഞ്ഞത്. മനസ്സിലായല്ലോ. വിളിച്ചോ? എല്ലാം തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പന്തലും ഒരുക്കങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ നമുക്ക് ആലുവ പോയി കാണാം. വൈകാതെ എന്തെങ്കിലും ഒരു പോകും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ആ, അതൊരു നല്ല ഐഡിയ. പോവാം 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 പോവാം. ശബ്ദം ഉണ്ടാക്കില്ലേ? പോടാ പോ. നിങ്ങൾ ബേജാറാവേണ്ടിരിക്കും. ഒരു രക്ഷയില്ലെങ്കിൽ ഞമ്മക്ക് ഒടുക്കത്തെ കളി കളിക്കാം. പന്തൽ കെട്ടുന്നു, കായ്കറികൾ നുറുക്കുന്നു, ദേഹണ്ണക്കാർ തകൃതിയായി പണിയെടുക്കുന്നു. പക്ഷെ എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി ഏർപ്പാട് ചെയ്തിട്ട് രാത്രി തന്നെ നന്ദിനി അവിടെ കടത്തിയാലോ? വിളക്കുന്നവരെ ആളുകൾ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് അത് നടപ്പില്ല. വേണ്ടി വന്ന ബലപ്രയോഗം തന്നെ നടത്തും. ആര്? രാഘവട്ടം പ്രയോഗിക്കോ ബലം? അയ്യടാ, വാചകത്തിന് മാത്രം ഒരു കുറവുമില്ല. നീ മിണ്ടാതിരി. ആണുങ്ങൾ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി അഭിപ്രായം ഒന്നും പറയണ്ട. കാരണമൊന്നുമില്ല. ക്ലിപ്പിട് ഞാൻ ക്ലിപ്പ്. ആ പറ. ഇതൊക്കെ നിങ്ങളുടെ വെറും സംശയമാണെങ്കിലോ കെട്ടിത്തരില്ല എന്ന് അമ്മാവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലെങ്കിലും പെരുമാറ്റത്തിൽ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അച്യുതനെ താളടിക്കാനുള്ള എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അതിന് പണിയുണ്ട്. എന്തു പണി? എനിക്ക് ചിലപ്പോ പുതിയൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നേക്കും. എന്തു വേഷം? സസ്പെൻസ് കളയണ്ട, നമുക്ക് രാവിലെ കാണാം. തോറ്റാൽ പിന്നെ ഞാൻ ആകപ്പാടെ നാറും. ആലിക്കോയെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ ധൈര്യമായിട്ട് പോ. പോയിക്കോ. ഒരു 10 മിനിറ്റ് നേരം ബസ് മുലായുടെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണ്. ഒന്ന് ചെല്ലുന്നു, പങ്കെടുക്കുന്നു, പോരുന്നു. 10 മണിക്ക് ഓഫീസിൽ പോണം. ഒരു 10 മിനിറ്റ് മതിയാശാനെ. ഇങ്ങനെ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണെന്ന് കരുതി ബഹുമാനപ്പെട്ട എല്ലാ യാത്രക്കാരും ഞങ്ങളോടുകൂടി സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനെന്റെ വാക്കുകൾ സഹകരിക്കുകയാണ്. അവിടെയല്ല, അപ്പുറത്തേക്ക് കളിക്കാം. അപ്പുറത്ത് പോ. ചേട്ടാ, മനുഷ്യനെ മൂത്രമൊഴിക്കാനും സമ്മതിക്കും. അവിടെ മൂത്രം കെട്ടിട്ടിരിക്കുന്നേ, എന്നിട്ട് കിടന്നുറങ്ങാനല്ല. എന്നിട്ടാ ഇത് കണ്ട ചേട്ടാ, ചെറുക്കനെ കൊണ്ടൊരു മരുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ലാം. നിർത്തേ, മേള നിർത്തേ. നമസ്കാരം. നമസ്കാരം. എല്ലാരും നേരത്തെ എത്തിയല്ലോ. അങ്ങോട്ട് കയറി. കാല് അല്ല, വെള്ളം ഒഴിക്കണ്ടേ? നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ആചാരം വല്ലതും വേണോ മോനെ? അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ.
അല്ല എന്നാലും വെറുതെ ഒന്ന് കഴിക്കോട്ടെ. വേണ്ടേ അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വേണ്ട വേണ്ട. എല്ലാരും അങ്ങോട്ട് കയറി ഇരിക്കേ. മോനെ, വാ, വാ. മൂലക്ക് ഓ ചന്ദന. അമ്മ മേളക്കാരെന്താ തുടങ്ങാത്തെ? സമയമായി, മേളക്കാരെന്താ തുടങ്ങാത്തെ? സമയം ആയില്ലോ മോനെ. അയ്യോ സമയമായി. അത് ഞാൻ തീരുമാനിച്ചോളാം. സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ചേട്ടാ ചെറുക്കനും പറ്റും. മേളം മേളം ആരാണ്? അവര് വരും. വന്നോളൂ. എനിക്ക് വിഷമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതല്ലേ. ആരല്ല കുഞ്ഞിനെ വിളിക്കാം. വഴക്കില്ലാതെ പ്രശംസിക്കാമോ? എന്നതാ നേർന്നില്ല അമ്മാവ. അമ്മാവല്ല അമ്മ ചോന്ന് വിളിക്കളാ. പോടാ പുല്ലേ. കള്ള എവനെന്ന് ഭാഷ ഉണ്ടിട്ടേ പോകൂ. ഒന്ന് മാറിക്കൊടുക്കൂ. അവിടെ നാളെ മാറ്റി നിർത്താൻ നോക്കി നിൽക്കാൻ ആളെ ഒന്ന് മാറ്റി അങ്ങോട്ട് കൂട്ടും. ഒന്ന് മാറി. പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ട് മതി. എവിടത്തെ ഏർപ്പാടാ? ഞാൻ പറ്റിക്കാൻ നോക്കുക. എന്തുവാണ് ഇത്? ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ നിൽക്കുന്നു ഇവിടെ അതുപോലെ. ഇങ്ങോട്ട് കാണും. ഈ കല്യാണം നിയമവിരുദ്ധമാണ്. എന്താ എന്താ ഇത്? ഈ പെൺകുട്ടിയുടെ രജിസ്റ്റർ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്. രണ്ടാമതൊരു കല്യാണത്തിന് ശ്രമിച്ചാൽ എല്ലാത്തിനും ഞാൻ അറസ്റ്റ് ചെയ്യും. എന്റെ മകളുടെ വിവാഹം ഞാൻ അറിയാതെ നടന്നോ? അതെ, ഈ നിൽക്കുന്ന മുറച്ചെറുക്കൻ അച്യുതനും ഈ പെൺകുട്ടി തമ്മിലുള്ള രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളാണിത്. ആർക്കും പരിശോധിക്കാം, എങ്ങനെയും പരിശോധിക്കാം. കള്ളമില്ല, കപടമില്ല, മായയില്ല, മന്ത്രമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോ മനഃപൂർവ്വം ഞങ്ങൾ വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? എന്തായാലും കല്യാണം നടക്കട്ടെ, ബാക്കി നമുക്ക് കോടതിയിൽ. ഇത് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റാണ്. ദിസ് ഈസ് അറസ്റ്റ് വാറന്റ് ആൻഡ് ഐ ആം അണ്ടർ അറസ്റ്റ്. പിടിക്കുവിടെ. ഈ ചതി എന്നോട് വേണ്ട. വണ്ടി വിട്ടോ. വണ്ടി മാറ്റണം. ഞാനെന്നാ പോലീസ് ഇൻസ്പെക്ടർ ആയത്? വണ്ടി മാറ്റണം. പോലീസ്
വേറൊന്നുമല്ല. അന്ന് മേനോൻ, ആ ലോഡ്ജ് മേനോൻ. അത് മേനോൻ. ഞങ്ങൾ വരണ്ടേ? അല്ല ഞങ്ങൾ വരണ്ടേ? വേണ്ട, നിങ്ങളോട് നിന്നാ മതി. ഞങ്ങൾ പോയിട്ട് വരാം. കേറോ? ഞാൻ കയറാതെ വണ്ടി പോകാനോ നോക്കിയിരിക്കാതെ വണ്ടി വിടറോ? വിസിൽ അടിച്ചില്ല മുതലാളി. കണ്ടക്ടറെ എന്താ ഇനി ആരെങ്കിലും കേറാനുണ്ടോ? പോയി ടിക്കറ്റ് എടുത്തിട്ട് യാത്രക്കാർ മൂത്തൊഴിക്കാൻ പോയിരിക്കുകയാണ്. ഇതെന്റെ വണ്ടിയെ ഞാൻ തീരുമാനിക്കുന്നത്. അവന് മൂത്തൊഴിക്കണ്ടേ? വിസിലോ? വിസിലില്ലെന്നേ. അറിയാവുന്ന വിസില എന്റെ വിസിൽ പോയത് പിന്നെ ഞാൻ അവിടെ കളിക്കാനാ? നീങ്ങുന്നില്ല. നീങ്ങുന്നില്ലേ? ആരാണ് ആരംഭിച്ചത്? ആരാണെന്ന് പറഞ്ഞാ ഇവിടെ മാറ്റാൻ. ഞാൻ പോട്ടെ, വണ്ടി പോട്ടെ. വണ്ടി പോട്ടെ. നിർത്ത മാറൂ ശങ്കര. ഇവിടെ എവിടെയായിരുന്നു മുതലാളി? ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തു പോയിരിക്കുക. സത്യം പറഞ്ഞെങ്കിൽ ഇടിച്ചതിന് ചങ്കയമായിട്ട് കളയും. രാവിലെ പോയതാ. എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അല്ലാതെ സത്യം എനിക്ക് അറിഞ്ഞൂടാ. വേറെ ആരുമില്ല ഇവിടെ? ആരുമില്ല, ഒക്കെ പൂട്ടി പോയിരിക്കുക. സത്യം സത്യം. വണ്ടി എടുത്തേ. വിസിലടിച്ചില്ല. കണ്ടക്ടർ ഒന്നില്ല. അങ്ങോട്ട് പോയി. ഞാനിവിടെ ഉണ്ടേ. വരുന്നുണ്ടോ? പോരാ. പിന്നെ അവിടെ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അവിടെ സദ്യ ഒന്നുമില്ലല്ലോ. അത് ഞാൻ തീരുമാനിച്ചോളാം. താനവിടെ എന്ത് ചെയ്യുക? ഞാനിവിടെ മനുഷ്യന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പ്രാഥമിക ആവശ്യം നിറവേറ്റി താനവിടെ ഇരുന്നോ? ഞങ്ങൾ പോവുക. വിസിലടിക്കടാ. ആരെങ്കിലും വിസടിക്കടാ. മനുഷ്യൻ പട്ടം ചുടാൻ കൂടെ സമ്മതിക്കില്ല. ഇന്ന് ഞാൻ ശരിയാക്കിയില്ലെങ്കിലേ കൊടലിന്റെ ഇന്ന് ഞാൻ ഊരടാ. ഞാൻ പോട്ടെ.
ഞാനിതൊക്കെ ചെയ്തത് സ്വത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടാണെന്ന് അമ്മ വിചാരിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ വലുത് ദേ ഇത് തന്നെ. അല്ല, അമ്മാവൻ വലിയ ഈശ്വര വിശ്വാസിയാണല്ലോ. എന്നെ സൃഷ്ടിച്ചതും അമ്മാവനെ സൃഷ്ടിച്ചതും ഈശ്വരനാണല്ലോ. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് വിചാരിച്ച് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാലും. അത് വേഗം കേറിയിട്ടമാ. ഒന്ന് മാറിക്കോ, ഒന്നും മാറാൻ പറ്റില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്താ